അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ ബംഗാൾ മുഖ്യമന്ത്രിയുടെ യുഗം അവസാനിക്കും. ഇത്തവണ മുസ്ലിങ്ങളാകട്ടെ മമതയുടെ ചതിയിൽ വീണ് വഞ്ചിതരാകരുത്. അവർക്ക് വോട്ടുകൾ മാത്രമാണ് വേണ്ടത്. അവരുടെ പ്രധാന ലക്ഷ്യവും അതുതന്നെയാണ്. മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പുറത്താക്കപ്പെട്ട തൃണമൂൽ MLA ഹുമയൂൺ കബീർ. ബാബറി മസ്ജിദിന്റെ മാതൃകയിൽ പണിയുന്ന പള്ളിയുടെ നിർമ്മാണം ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നും അത് ആർക്കും തടയാനാകില്ല എന്നും മമതയെ ഉന്നം വെച്ചും കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ടുമാണ് ഹുമയൂൺ കബീർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ മമതയുടെ ഉറക്കം നഷ്ടപ്പെട്ടതായിട്ടാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മമത ഇനി എന്തൊക്കെ ഗിമിക്കുകളാകും കാണിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി പല കുറി തന്നെ ബംഗാളിൽ കലാപം സൃഷ്ടിച്ചതിൽ മമതയുടെ കുതന്ത്രങ്ങൾ ഒന്നും തന്നെ ഇനി ഇവിടെ ഏശുമോ എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, ഹുമയൂൺ കബീർ ആകട്ടെ ഇപ്പോഴും ബാബറി മസ്ജിദ് പണിയുന്നതിനുള്ള പണം സമാഹരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ബാബറി മസ്ജിദിന്റെ ഫോട്ടോ പതിച്ച ടീഷർട്ടുകൾ അവിടെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നതായും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 22-ന് പുതിയ പാർട്ടി ഹുമയൂൺ കബീർ രൂപീകരിക്കും. അടുത്ത ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള 90 നിയമസഭാ സീറ്റുകളിൽ തന്റെ പാർട്ടി വിജയിക്കുമെന്നാണ് അവകാശപ്പെടുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നത്. മുസ്ലിങ്ങൾ മമതയുടെ ചതിയിൽ വഞ്ചിതരാകില്ല എന്നും അവർക്ക് വേണ്ടത് വോട്ട് മാത്രമാണ് എന്നും ഹുമയൂൺ കബീർ പറയുന്നു. ഡിസംബർ 6-ന് തറക്കല്ലിട്ട കഴിഞ്ഞ ബാബറി മസ്ജിദിനായി തന്നെ ഇതുവരെ ക്യാഷായി മാത്രം ലഭിച്ചിരിക്കുന്നത് 2.19 കോടി രൂപ അതാണെന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ തുകകളെല്ലാം തന്നെ ഇപ്പോൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനായി മദ്രസകളിൽ നിന്നുള്ള അധ്യാപകരെ ഇതിനായി ചുമതലപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 300 കോടിയുടേതാണ് ഈ പദ്ധതി. 25,000 പേർക്ക് പ്രാർത്ഥിക്കുന്ന രീതിയിലാണത്രേ ബാബറി പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബാബറി പള്ളിയുടെ ചിത്രം പ്രിന്റ് ചെയ്ത ടീഷർട്ടുകൾ ഒന്നിന് 150 രൂപ എന്ന നിരക്കിൽ വിൽപ്പനയും ആരംഭിച്ചു കഴിഞ്ഞു. ഇത് പണപ്പിരിവിന്റെ ഭാഗമാണ് എന്നും മുർഷിദാബാദിൽ അവിടെ വലിയ രീതിയിൽ ഒരു പള്ളി നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്നതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, താൻ രൂപീകരിക്കുന്ന പാർട്ടി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ പോരാടുമെന്നും ആരെയും സ്വന്തം ലാഭത്തിനായി തന്നെ ഉപയോഗിക്കില്ല എന്നാണ് കബീർ പറഞ്ഞത്. ചില പാർട്ടികൾ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മറ്റു ചിലത് ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തന്റെ പാർട്ടി രണ്ടിനെതിരെയും പോരാടുമെന്നും കബീർ പറയുന്നു. മമത വോട്ടിന് വേണ്ടി മാത്രം മുസ്ലിങ്ങളെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ യുവാക്കളെ കുറ്റകൃത്യങ്ങളിലേക്ക് തള്ളിവിടുന്നതല്ലാതെ തന്നെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്നും വ്യക്തമാക്കുന്നു. മാത്രമല്ല, വർഗീയ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നുവെന്ന ആരോപണങ്ങൾ കബീർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. TMCയും BJPയും തന്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ കബീർ ആകട്ടെ ഈ രണ്ട് പാർട്ടികളെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും പറയുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി 135 സീറ്റുകളിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അതിൽ 80 മുതൽ 90 സീറ്റുകൾ ന്യൂനപക്ഷ ആധിപത്യമുള്ളതും ബാക്കിയുള്ളവ ഹിന്ദു ആധിപത്യമുള്ളതായിരിക്കുമെന്നും കബീർ പ്രഖ്യാപിക്കുന്നു. തന്റെ പാർട്ടിയെ മതേതരമെന്ന് വിശേഷിപ്പിച്ച കബീർ ആകട്ടെ ഈ പാർട്ടി ബംഗാളിലെ 11.5 കോടി ജനങ്ങളുടെ ശബ്ദമായി മാറുമെന്നാണ് പറയുന്നത്. നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഒരു സാഹചര്യത്തിലും TMCക്കും BJPക്കും 148 എന്ന ഭൂരിപക്ഷ സഖ്യത്തിലെത്താൻ കഴിയില്ല എന്നും അത്തരമൊരു സാഹചര്യത്തിൽ താൻ തന്നെ കിങ് മേക്കറായ പങ്കുവഹിക്കുമെന്നാണ് കബീർ അവകാശപ്പെട്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.